ആ ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതുപോലെ പാട്ടമായി കൊടുത്ത വസ്തുക്കളൊക്കെ തിരിച്ച് വീണ്ടും സർക്കാരിൽ വരും. അപ്പോൾ ബുദ്ധിമാനായ സിദ്ദിഖ് സെട്ടുവും അന്നത്തെ ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ സബ് രജിസ്ട്രാറും തമ്മിൽ ഗൂഢാലോചന നടത്തുന്നു. നമുക്കെങ്ങനെ ഈ 400ഓളം ഏക്കർ വസ്തു അടിച്ചു മാറ്റാം? അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 18 ദിവസം മുമ്പേ 1947 ജൂലൈ മാസം 28-ാം തീയതി അവർ ഒരു കള്ളഭാഗപത്രം ശമിക്കുന്നു. കാരണം ഞാൻ ഇത് പറയുന്ന അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സിദ്ദിഖ് സെട്ടുവിന്റെ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനുള്ള വലിയൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ അവരെ ചാലഞ്ച് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അവർക്ക് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാം. അപ്പോ സിദ്ദിഖ് സെട്ടു ആ പ്രമാണത്തിൽ രംഗത്ത് വരുന്നത് ആമിനയുടെ റിസീവറായിട്ടാണ്. കോടതി നിയമിച്ച ആമിനയുടെ റിസീവറായിട്ടാണ് ഈ ഭാഗപത്രത്തിൽ കക്ഷി ചേർന്നത് ആമിനയ്ക്ക് വേണ്ടി. കരീം സെട്ടുവിന് 4 സഹോദരിമാരുണ്ടായിരുന്നു. മറിയം ഭായി, റാബു ഭായി, ജിംബു ഭായി ആൻഡ് റാക്കു ഭായി, ഇങ്ങനെ 4 പെണ്ണുങ്ങളാണ്. അതിൽ ഒരാൾ ഡിണ്ടിഗലിലായിരുന്നു, ബാക്കി 3 പേരും എറണാകുളത്തും ആയിരുന്നു. ഈ 4 പേരെ കൂടി ഈ ഭാഗപത്രത്തിൽ പേരിന് വേണ്ടി കക്ഷി ചേർത്തു. ഏകദേശം 1000ഓളം ഏക്കർ ഇവിടെ മാത്രമായിരുന്നില്ല. ചേർത്തലയിലുണ്ടായിരുന്നു, നമ്മുടെ ജയശങ്കർ സാറിന്റെ നാടായ പരവൂരുണ്ടായിരുന്നു, പിന്നെ 2020 ഉള്ള കുന്നത്ത് നാട്, ഇവിടെയൊക്കെ ഈ സത്താർ സെട്ടുവിന് ഇതുപോലെ പാട്ടവസ്തുക്കളുണ്ടായിരുന്നു. ഇതിനെയൊക്കെ ചേർത്ത് ഏകദേശം 1000ഓളം ഏക്കർ വസ്തു ഭാഗം ചെയ്യുന്ന അവസരത്തിൽ ഈ എറണാകുളത്തുണ്ടായിരുന്ന 3 പെണ്ണുങ്ങളും ഇതിൽ വന്ന് ഒപ്പിടുന്നില്ല. അവരൊക്കെ ഏജന്റുമാർ മുഖാന്തരമാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതിനേക്കാളും ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഈ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ പകുതി പ്രോപ്പർട്ടിക്ക് യോഗ്യയായിരുന്ന ആമിന എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിക്ക് 1 സെന്റ് വസ്തു പോലും പട്ടിക തിരിച്ച് ആ ഭാഗപത്രത്തിൽ കൊടുത്തിട്ടില്ല. കൂടാതെ 2 പെണ്ണുങ്ങൾക്ക് ഇതുപോലെ അവർക്കും 1 സെന്റ് വസ്തു പോലും കൊടുത്തിട്ടില്ല. ഭാഗപത്രമാണെന്ന് ഓർമ്മിക്കണം. പിന്നെന്ത് ചെയ്തു? ഒരു ജിംബു ഭായിയുടെ പേരിൽ ഈ സിദ്ദിഖ് സെട്ടുവിന്റെ ഭാര്യയുടെ പേര് ജിംബു ഭായി ആണ് കേട്ടോ, 2 ഒരേ പേരാണ്. ഈ വസ്തുവിലെ സിംഹഭാഗവും ഈ ജിംബു ഭായിയുടെ പേരിൽ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്നു. ബാക്കി 10 ഏക്കറിന് അകത്ത് വസ്തുക്കൾ മാത്രം മറ്റേ സ്ത്രീക്കും കൊടുക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. കാലങ്ങൾ കടന്നുപോയില്ല. അപ്പോ ഈ ടോട്ടൽ വസ്തുവിന് അന്ന് വിലയായിട്ട് പറഞ്ഞിരുന്നത് 10,000 രൂപയാണ്. അപ്പോൾ 47 കഴിഞ്ഞ് 1 വർഷം, അതായത് അന്നൊക്കെ ഈ അടുത്തടുത്ത് പ്രമാണങ്ങൾ എഴുതുമ്പോൾ ഈ പിന്നെ ആരും കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. മനസ്സിലായില്ലോ? ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, കൺഫ്യൂഷൻ ഉണ്ടാക്കപ്പെടും. അതുമല്ല, അന്ന് നമ്മുടെ സാധാരണ ജനങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും ബോധവാന്മാരുമായിരുന്നില്ല. എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ പ്രമാണങ്ങൾ എഴുതുന്നു. ഒരു സബ് രജിസ്ട്രാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കിരീടം വയ്ക്കാത്ത രാജാവാണ്. 48 ആയപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ജിംബു ഭായിയെ കൊണ്ട് ഈ സിദ്ദിഖ് സെട്ടുവിന്റെ പേരിൽ മുനമ്പത്തെ വസ്തു തീറാധാരം എഴുതുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു പെൺകുട്ടി അവിടെ ഉണ്ട്, മൈനറായിട്ടുള്ളത്. അതിന് കൂടി അവകാശപ്പെട്ട വസ്തുവിനെയാണ് ഭാഗം ചെയ്തിരിക്കുന്നത്. അതിനൊരു സെന്റും കൊടുത്തിട്ടുമില്ല. അപ്പോൾ നിയമം എന്താ പറയുന്നത്? ഈ കുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം 3 വർഷത്തിനകത്ത് അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള പക്ഷം കോടതിയെ സമീപിക്കാം. അപ്പോൾ ജിംബു ഭായി സിദ്ദിഖ് സെട്ടിന് കൊടുത്തെങ്കിൽ ഓക്കെ, സിദ്ദിഖ് സെട്ട് ഇപ്പോൾ ഫറൂഖ് കോളേജിന് കൊടുത്തു ഓക്കെ. പക്ഷേ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഈ കക്ഷികളെയൊക്കെ കക്ഷി ചേർത്തുകൊണ്ട് കേസ് കൊടുത്ത് പരിഹാരം കിട്ടാവുന്നതാണ്. ഞാൻ പറഞ്ഞു തരുന്നത് ഒരു മൈനർക്ക് അവകാശപ്പെട്ട വസ്തു ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ 48 1 വർഷം മുമ്പ് ടോട്ടൽ വസ്തുവിന് 10,000 രൂപയായിരുന്നുവെങ്കിൽ മുനമ്പത്തിന്റെ മാത്രം വില 5,200 രൂപ ആയിരുന്നു. 5,200 രൂപ. 48 കഴിഞ്ഞ് 50 ആയപ്പോൾ സിദ്ദിഖ് സെട്ടു ഇതിനെ
ഫറൂഖ് കോളേജിന് കൊടുക്കുന്ന നവംബർ മാസം 1950 നവംബർ മാസം 1-ാം തീയതി 2017 ഒരു പ്രമാണം ഫറൂഖ് കോളേജിന്റെ പേരിൽ എഴുതുന്നു. സത്യം പറഞ്ഞാൽ അത് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണുള്ളത്. ആ പ്രമാണത്തിൽ നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വില എഴുതും, ഒരിക്കലും വില എഴുതത്തില്ല. അപ്പോ ഇതിലും അദ്ദേഹം പറയുന്നു ഇതെല്ലാം കൂടി ഉദ്ദേശം 1 ലക്ഷം രൂപ വില വരുന്നതാണ് എന്ന് എഴുതിയിട്ടുണ്ട് ആ പ്രമാണത്തിൽ. അപ്പോ ഈ ഫറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പാളും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും വഖഫ് ബോർഡിന്റെ ചെയർമാനും ഒക്കെ ആയിരുന്നു ജലീൽ സാർ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നുള്ള ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം 109-ാമത്തെ പേജിൽ പറയുന്നു 1950 നവംബർ മാസം 1-ാം തീയതി ഫറൂഖ് കോളേജ് 1 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ സിദ്ദിഖ് സേട്ടുവിൽ നിന്നും വസ്തു വാങ്ങിയത് എന്ന്. വിശേഷം അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഫറൂഖ് കോളേജ് അവിടെയായിരുന്നു കോഴിക്കോട്. ഇദ്ദേഹത്തിന് ഈ ഇങ്ങനെ എഴുതി കൊടുത്തുവെങ്കിലും ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു മുനമ്പത്തെ ഭൂമി. അദ്ദേഹം തന്നെയായിരുന്നു ആദായം എടുത്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഈ വിറ്റ വസ്തുവിനെ മറ്റൊരു സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി അദ്ദേഹം വീണ്ടും വിറ്റു. 3 ഭാഗങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന കഥകളൊന്നുമല്ല. ഒരു അസുഖം നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസുഖം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എങ്കിലേ നമുക്ക് ഫലപ്രദമായ ചികിത്സ കൊടുക്കാൻ കഴിയൂ. അപ്പോ നമ്മൾ എൻകംബറൻസ് എടുക്കുമ്പോൾ ഒരേ വസ്തുവിനെ തന്നെയാണ് സിദ്ദിഖ് സേട്ടു 1950 ശേഷവും വിൽപ്പന നടത്തിയിരിക്കുന്നത്. അപ്പോ ഇപ്പൊ പുതിയ ഭരണ ഭേദഗതിയിലൂടെ മുനമ്പത്തിന് ഒരു പരിഹാരവും ഉണ്ടാകത്തില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഇത്തരത്തിൽ ഒരു നിയമത്തിന് മുൻകാല പ്രാബല്യം കൊടുക്കുക എന്നുള്ള കാര്യമേ സാധ്യമല്ല. കാരണം 30 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു നിയമം നാളെ 30 വർഷം മുമ്പ് മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് കേസുകൾ കോടതികൾ തീർപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കേസുകളൊക്കെ വീണ്ടും കോടതികൾ കേൾക്കും? 30 വർഷമുള്ള കേസുകൾ എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുക കോമൺ സെൻസ്. അതുമല്ല, ഈ കൊണ്ടുവന്ന ബില്ലിന്റെ സെക്ഷൻ 1-ലാണ് ഇത് എന്ന് തൊട്ടാണ് ഈ നിലവിൽ വരിക എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ബില്ല് പാസ്സാക്കി നോട്ടിഫിക്കേഷൻ എന്ന് വരുമോ അന്ന് മുതലായിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരിക എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ BJP-ക്കാരൊക്കെ പറഞ്ഞു വരാൻ പോകുന്ന ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാവും, മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടും. ഒരു ദിവസം ജനൻ ടിവിയിൽ ഞാൻ ഷോണിനോട് പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഒരിക്കലും മുൻകാല പ്രാബല്യം കാണത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഞാൻ ഈ ഭൂസംരക്ഷണ സമിതിക്ക് ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു കാര്യവുമില്ല, വീട്ടിൽ കിടന്ന് എന്റെ കാര്യം നോക്കിയാൽ മതി. എന്നാലും ഒരു താല്പര്യമുള്ള വിഷയവും എന്റെ ബുദ്ധിയിൽ കൂടി എന്തെങ്കിലും എനിക്ക് ചെയ്താൽ മുനമ്പത്തിന് എന്തെങ്കിലും പരിഹാരം കിട്ടുമെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത്. അപ്പോ ഫാദർ പറഞ്ഞതുപോലെ ഇതൊരു പാട്ടവസ്തു ആണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത രേഖ ഞാൻ കൊടുക്കാം. ബാധ്യത ആർക്കായിരുന്നു? ബാധ്യത ഇവിടുത്തെ ഭൂസംരക്ഷണ നേതാക്കന്മാർക്കായിരുന്നു അല്ലേ? ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വന്ന് പറയുന്നു ഇതൊരു പാട്ടവസ്തുവാണെന്നുള്ള തെളിവ് ഇതായിരിക്കുന്നു. 1947 സിദ്ദിഖ് സേട്ടു എഴുതിയത് ഒരു കള്ള ഭാഗപത്രമാണ്, ഇതായിരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യൂ? ഇല്ല, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇതൊരു മൈനറായ പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ട വസ്തുവാണ്. നിങ്ങൾ കോടതി അത് മാത്രം പറഞ്ഞാൽ നിങ്ങൾ ജയിക്കും. ഇല്ല, ഞങ്ങൾ പോകില്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഞാൻ മുനമ്പൻകാരനല്ല, എനിക്ക് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല, ട്രൈബ്യൂണലിൽ പോയിട്ടൊരു കേസ് കൊടുക്കാനും ഇതൊക്കെ ഹാജരാക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. മുനമ്പത്തിന് അല്പം താമസിച്ചാലും ഈ ലോകത്തെ ഒരു കോടതിക്കും ഇതൊരു വഖഫാണെന്ന് പറയാൻ സാധ്യമല്ലായിരുന്നു. അത്ര വ്യക്തവും ശക്തവുമായ രേഖകളാണ് തെളിവുകളായിട്ട് നമ്മൾ കണ്ടത് അല്ലേ? എന്നിട്ടും അവർ കേൾക്കുന്നില്ല. ഞാൻ അന്തം വിട്ടു. ഞാൻ വലിയ ആളായിട്ട് ഇത് കണ്ടുപിടിച്ചിട്ട് നോക്കും, ജോസഫ് ബെന്നി നോക്കും, ഫാദറെ നോക്കും, ഞങ്ങൾക്ക് കാണണ്ടാകും. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വർഗത്തിന് ഞാൻ ലോകത്ത് തന്നെ മുങ്ങിച്ചാകാൻ മുകളിൽ കയറിട്ട് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ പിടിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ പുറകിൽ ഏതൊക്കെയോ ഗൂഢശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർക്ക് മുനമ്പം വിഷയം പരിഹരിക്കണം എന്ന് യാതൊരു ആഗ്രഹവുമില്ല. അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്യുന്ന രീതിക്ക് മാത്രമേ ഈ വിഷയം പരിഹരിക്കപ്പെടാൻ. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്ക് ഒരു രാഷ്ട്രീയം. BJPക്ക് ഈ പുതിയ ബില്ലിൽ മുനമ്പത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ആരൊക്കെ ചെയ്യാൻ പറ്റില്ല. മുൻകാല പ്രാബല്യം കൊടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യമായിട്ടുള്ളൂ. പക്ഷെ അതവർക്ക് നിയമപരമായി കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കാം. അപ്പോൾ ഈ പുതിയ ആക്ട് വരുന്നു, ബില്ല് അവതരിപ്പിക്കപ്പെടുന്നു. ഞാനും പറഞ്ഞു മുനമ്പത്തിന് രക്ഷയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കണ്ടെത്തി രേഖകളുമായിട്ട് വഖഫ് ട്രൈബ്യൂണലിൽ പോയി കേസ് നടത്തൂ. ഇല്ല, അവരൊന്നും പോയൊന്നുമില്ല. ഒരു ദിവസം ജന ടിവിയിൽ ഞാൻ പറഞ്ഞു, നിങ്ങളിൽ പലരും കണ്ടു കാണും, മുനമ്പത്തെ കേസ് നടത്തുന്നത് ഇതേ രീതിക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മുനമ്പത്തെ ജനങ്ങൾ ഭാവിയിൽ അറബിക്കടലിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കും. അതിനുശേഷമാണ് പിറ്റേ ദിവസം ഇവിടെയൊക്കെ എന്തോ ചർച്ച നടന്നു കാണും, അവർ പോയി ഏതൊക്കെ വക്കീലിനേക്ക് വച്ചത്. പക്ഷേ ഇത്രയും ആഴത്തിൽ മുനമ്പത്തെ വിഷയം പഠിച്ച എന്നെ ക്ഷണിച്ച വക്കീലിന്റെ അടുത്ത് കൊണ്ടുകൊണ്ട് ആവശ്യമുണ്ടായിരുന്നില്ല അവർക്ക്. എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്കോ എന്റെ മക്കൾക്കോ 5 പൈസ നഷ്ടം വരാൻ പോകുന്നില്ല. അപ്പോൾ മണിക്കൂറുകൾ രാവും പകലും ഇത് പഠിച്ച് ഇത്രയും മുനമ്പത്തെ ചരിത്രം പഠിച്ച രേഖകളുടെ ബലത്തിൽ നിൽക്കുന്ന എന്നെ വിളിച്ചുകൊണ്ട്, സാറേ ഇദ്ദേഹം പറയണ കേൾക്കൂ, ഏത് കൊലകമ്പം വക്കീലായാലും അവർക്ക് ഏറ്റവും കൂടുതൽ ബ്രീഫ് ചെയ്യാനുള്ള ബുദ്ധി എന്റെ തലയ്ക്കായിരുന്നു ഇരുന്നത്. പക്ഷേ എന്നെ ഒന്നും വിളിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇതെന്താണ്? എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതോടുകൂടി ഞാൻ പറഞ്ഞു, ഗുഡ് ബൈ മുനമ്പം. ഫാദറിനോട് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ട് ചാനൽ ചർച്ചയിൽ പോയി സിംഹമായി മാറി എന്ന് പറഞ്ഞതുകൊണ്ട് മുനമ്പത്തിനത് പരിഹാരം. നേരത്തെ ഷായൻ സലീസ് സാറും ജയശങ്കർ സാറ് പറഞ്ഞതുപോലെ കേസ് നടത്തുന്നത് ഒരു ആർട്ടാണ്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ഒരു കേസിനെ സമീപിക്കുന്ന രീതി, കണ്ടെത്തുന്ന തെളിവുകൾ, ഇതിനെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു കേസ് ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ശക്തമായ രേഖകൾ കൊടുത്തിട്ട് പോലും അവർ കോടതിയിൽ പോകാനോ അത് പ്രൊഡ്യൂസ് ചെയ്യാനോ തയ്യാറായില്ല. അപ്പോ മയറ്റ് ഫാദർ എന്നോട് പറഞ്ഞു, സാർ പോകരുത്, 610 കുടുംബങ്ങളുടെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, 610 പാവപ്പെട്ട ആൾക്കാരുടെ പ്രശ്നം ആയതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ വന്നത്. അപ്പം സാർ എന്നോട് പറഞ്ഞു, സാറേ ഞാനും സാറിനെ പോലെ ഒരു ഔട്ട്സൈഡറാണ്. പറഞ്ഞ ഫാദർ, ഞാൻ കള്ളം പറയത്തില്ല, എന്നെയും അവർ ഒരു ഔട്ട്സൈഡറായിട്ടാണ് കാണുന്നത്. എനിക്ക് കാര്യങ്ങൾ പറയാം എന്നല്ലാതെ എനിക്കൊരു കാര്യവും നിർബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള അധികാരമില്ല സാറേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നുവെങ്കിൽ അന്നേ ഈ വിഷയം കെട്ടിപ്പൂടി ഞാൻ പോയി. പക്ഷെ ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തെ ഞാൻ വളരെ കുറച്ച് എന്റെ ജീവിതത്തിൽ കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും സുഹൃത്തുക്കളായി തുടരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഈ ബില്ല് പാസ്സായാൽ ഫലം ഇല്ല. എന്നാൽ മുനമ്പംകാരുടെ ഭാഗ്യത്തിന് കോൺഗ്രസ് തന്നെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും അവസാനം ഇത് JPC-യിലോട്ട് പോവുകയും ചെയ്തു. അവസാനം ഫെബ്രുവരി മാസം JPC-യുടെ ഫൈനൽ റിപ്പോർട്ട് സ്പീക്കർക്ക് കൊടുത്തു. അങ്ങനെ ഫെബ്രുവരി മാസം 14-ാം തീയതി രാത്രി 12:30 മണിക്ക്, അതിനു മുമ്പ് ഡോക്ടർ നമ്മുടെ ദിനേശ് ഡോക്ടർ 10 മണിക്കോ മറ്റും എനിക്ക് JPC റിപ്പോർട്ട് അയക്കുന്നു. 12:30 മണിക്കായപ്പോൾ ജോഷി അയക്കുന്നു. ഞാൻ അപ്പം കണ്ടില്ലായിരുന്നു, 12 മണിക്കാണ് ഞാൻ കണ്ടത്. ഞാൻ എന്ത് ചെയ്തില്ല, പട്ടിക്ക് എല്ല് കിട്ടിയാണെങ്കിൽ ചാടിക്കുട്ടി ഇരിക്കുകയാണ് മൊബൈൽ വെക്കും. പറഞ്ഞൊരു ചോദിച്ചു, നിങ്ങൾ എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി എനിക്ക് ഇത്തിരി വായിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ കണ്ണും കൂടെ എന്നുവെച്ചാൽ കാറ്ററാക്റ്റിന് ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ ഈ തിരക്കുകളുടെ ഇടയ്ക്കും പഠനമൊക്കെ ആയിട്ട് ഞാൻ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കും. അപ്പോ ഞാൻ തുറന്നു നോക്കിയപ്പോൾ 936 പേജ് മൊബൈലിലാണ് സാധനം കിടക്കുന്നത്, പേപ്പറിൽ പോലും അല്ല. പക്ഷെ ഈ ഭാഗ്യത്തിന് ഞാൻ ഈ നിരന്തരമായിട്ട് ഇതിങ്ങനെ പഠിച്ച് വരുന്നത് ആയതുകൊണ്ട് എനിക്ക് ഈ ഒന്നാമത്തെ പേജ് തൊട്ട് 930 പേജ് വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ക്ലോസ് 1 ഏത് സെക്ഷനാണ്, എന്താണ് പാർലമെന്റിൽ കൊടുത്ത ബില്ലിലുള്ള നിർദ്ദേശം, അതിനെ സംബന്ധിച്ച് JPC
എന്ത് പറയുന്നു ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് അതിൻ്റെ റെക്കമെൻഡേഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പം ഞാൻ ഓരോ റെക്കമെൻഡേഷൻ എഴുതി 3 മണിയായപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു. മുനമ്പത്തിൻ്റെ പരിഹാരവും എൻ്റെ രോമേശ് കണ്ടിരിക്കുക. ഇപ്പോഴും ആലോചിക്കുന്നു. മുനമ്പത്തിൻ്റെ പരിഹാരം എൻ്റെ ഫ്രണ്ടിൽ വരികയാണ്, തികച്ചും അൺഎക്സ്പെക്റ്റഡ്ലി. നമ്മളെ ഈ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ഓടി ചെന്നിട്ട് എൻ്റെ പെമ്പറന്നവരെ വിളിച്ചു നോക്കി. അവൾ ചാടിക്കൂട്ടി ചോദിച്ചിട്ട് എന്താണ്? ഞാൻ പറഞ്ഞു മുനമ്പം പരിഹാരമായി കേട്ടാ. അതെങ്ങനെ? ഞാൻ എന്തൊക്കെ പറഞ്ഞു. ഞാനും ടെൻഷനിലേക്ക് അവൾ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം വന്നില്ല. എനിക്കിത് ജനങ്ങളുടെ വിളിച്ച് പറയണം. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഞാൻ ആരോടാണ് ഇത് ഞാൻ പറയുന്നത്? സത്യമാണ്. ഞാൻ ഇത് ആരോടാണ് ആദ്യം പറയുന്നത്? ഫാദറിന്റെ മോഹമല്ലേ എൻ്റെ മനസ്സിൽ വന്നത്. അവിടെ സിജി എന്നും പറഞ്ഞൊരു പോകാൻ വെച്ചു ഇല്ല, മുദ്രാവാക്യം വിളിക്കുമ്പോൾ എപ്പോഴും അത് എത്ര ദിവസമായിട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഷീ ഈസ് ദ മോസ്റ്റ് ഐഡിയൽ പേഴ്സൺ. അങ്ങനെ ഞാൻ സിജിക്ക് ഒരു മെസ്സേജ് ഇടും. രാത്രി 3:05 സിജി ഇങ്ങനെ പരിഹാരമാണ്. അതിനുശേഷം ഞാൻ ബാത്റൂമിൽ കൊണ്ട് വന്നപ്പോൾ ഞാൻ കരുതി ഇത് സിജിയെ മാത്രം അറിയിക്കേണ്ട കാര്യമല്ല, ഞാൻ തന്നെ ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനൽ, ഞാൻ അവിടെ ഇരുന്നിട്ട് അതിൽ നളചരിതൻ 2ാം ദിവസവും 1ാം ദിവസവും ദുര്യോധന ഒക്കെ ഞാൻ അടുക്കുകയും എനിക്ക് കൺട്രോൾ പോയെന്നെ. ഇവിടുത്തെ ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ വികാര വിഷുപ്തമായിട്ട് അങ്ങനെയൊക്കെ പെമ്പറുന്നൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തൊന്നും കാണിച്ചിരിക്കുന്നത്, കൺട്രോൾ പോയാൽ ഇത് നിങ്ങൾ ദയവ് ചെയ്ത് ഇടരുത്, മഹാവൃത്തികേടാണ്. നിങ്ങളൊന്ന് സമാധാനത്തിൽ നിന്നിട്ട് ഇത് പറയുമെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് ടെൻഷനൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ എടുത്തിട്ട് അത് എൻ്റെ കുട്ടിയാണ് ഈ 2A എന്ന് പറയും. ഇന്നലെ ഫാദർ പറഞ്ഞു ഞാൻ കണ്ടെത്തി. കാരണം എന്താണ്? മറ്റാർക്കും ഇത് കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം അതിൽ മുനമ്പൊന്ന് എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുനമ്പൊന്നുണ്ടോ? കേരളം ഒന്നും പോലുമില്ല. പിന്നെ എങ്ങനെ പരിഹാരം? സുഹൃത്തുക്കളെ, അത് എൻ്റെ ഈ മുനമ്പത്തിൻ്റെ വിഷയം പഠിച്ചതിലുള്ള ഒരു കാര്യം. അവിടെ ഒരു സൊസൈറ്റി ഒന്നും ട്രസ്റ്റ് എന്നുള്ളൊരു വാക്കുണ്ടായി. അതായത് 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സെട്ടുവിൻ്റെ ഒരു പ്രമാണം, പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ. അതാണ് ഒരു വലിയ പ്രശ്നമായപ്പോൾ. 1 സെന്റ് വസ്തുവില്ലായിരുന്നു, അത് പോട്ടെ, ഇനി നമുക്കത് മറക്കാം. ഉണ്ടായിരുന്നു തന്നെ വിചാരിക്കും. ഇന്ത്യ ഗവൺമെന്റ് വക 1860 21-ാം നമ്പർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യിച്ച് മദ്രാസ് സംസ്ഥാനത്ത് മലബാർ ജില്ലയിൽ ഏറനാട് താലൂക്കിൽ ഫറൂഖ് അംശത്ത് നല്ലൂർ ദേശത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചു വരുന്ന. മുനമ്പത്ത് ആരെങ്കിലും ഇത് കാണാൻ പറയും മാഷെ, അത് അന്ന് എൻ്റെ തലയ്ക്കകത്ത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. കാരണം സൊസൈറ്റികൾ മുൻകാല പ്രാബല്യത്തോടുകൂടി വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തു പോവുക. ഈ കാര്യങ്ങൾ കംപ്ലീറ്റും അറിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മൾ സാധാരണ തന്നെ ഫറൂഖ് കോളേജ്, മഹാരാജാസ് കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, ഇതൊരു കോളേജ് എന്നും പറഞ്ഞല്ലേ ഇരുന്നത്. ഇതൊരു സൊസൈറ്റി ആണെന്ന് അറിഞ്ഞാൽ ഈ 2A ഇവിടെ എത്ര പേര് ഇത് വായിക്കാറുണ്ട്? നമ്മുടെ സമൂഹത്തിൽ ആരും വായിക്കൂ? ഇത് ചിലപ്പോൾ 10-15 വർഷം ആരും അറിയാതെ പോയി. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇറക്കി ഒരു BJP-ക്കാർ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ ഞാൻ അനിൽ നമ്പേരെ വിളിച്ചു. ഒക്ടോബർ മാസം 15-ാം തീയതി എൻ്റെ വീഡിയോ, 23-ാം തീയതി ഞാൻ അനിൽ നമ്പേരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമ്പേരെ 2-3 മാസം കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് പോകുന്നത്. നമ്മുടെ ഒരു സാധനമുണ്ട്, നമുക്കൊരു വീഡിയോ ചെയ്യാം, ധൈര്യമുണ്ടോ? അത് പറഞ്ഞ് സാറിന് എനിക്ക് വിശ്വാസം പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫെബ്രുവരി മാസം 23-ാം തീയതി മറുപടി എന്നുള്ള പ്രോഗ്രാമിൽ വളരെ അരമണിക്കൂർ സമയമെടുത്ത് ഒരു സാധാരണക്കാർ പോലും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അത് കണ്ടിട്ടുള്ള ആരെങ്കിലും കൊണ്ടൊന്ന് കൈവയ്ക്കും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ
അനിൽ നമ്പ്യാർക്കും സംശയം യോൻ പറയണത് ശരിയല്ലെങ്കിൽ നാളെ കിടയില്ലേ ടി വി. പിന്നെ അപ്പോഴും BJP എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, കോൺഗ്രസ് തിരിഞ്ഞു നോക്കില്ലല്ലോ. പരിഹാരം ഉണ്ടെന്ന് ഇല്ലാന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തിരിഞ്ഞു നോക്കും, LDF തിരിഞ്ഞു നോക്കും, മുസ്ലിം ലീഗും തിരിഞ്ഞു നോക്കും. ഇതിപ്പോ ഞാൻ ആകെ പ്രതീക്ഷിച്ച BJP പോലും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് പാർലമെന്റിൽ 3-ാം തീയതി, ഇഫ് ഐ എം നോട്ട് റോങ്, 3-ാം തീയതി പാസ്സായി. പാർലമെന്റിൽ 3-ാം തീയതി രാജ്യസഭയിലും പാസ്സായി, നിയമം പാസ്സായി. ആ സമയത്താണ് BJPക്കാർ ഓട്ടം തുടങ്ങി. ഏതോ ഒരു ഭ്രാന്തൻ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു പരിഹാരം കിട്ടുമെന്ന് പറയുന്നത് അതാരാണ്? അങ്ങനെയാണ് എന്നെ ആദ്യം ഷോൺ ജോർജ് വിളിക്കുന്നത്. എനിക്കൊരു BJPയെയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട, എതിർക്കേണ്ട ആവശ്യമില്ല, നല്ല കാര്യമായിരിക്കും. ഓക്കെ. അപ്പോൾ പുള്ളി ചോദിച്ചു, സാറേ ഇത് ഇങ്ങനെയാണ് സാർ, പരിഹാരം ഉണ്ടെന്നത് ഇത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിൻ്റെ കട്ടിങ്സ് അയച്ചു. അതൊക്കെ അയച്ചു കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷോണിന്റെ പോസ്റ്റ്, എടാ കോൺഗ്രസ്സുകാരന്മാരെ മുൻപ് വിഷയം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, ഇത് നോക്കടാ. അത് പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുത്തില്ല. ഇവിടെ പുള്ളി സന്തോഷം, ആരെങ്കിലും അവസാനമെങ്കിലും അതിനെ ഏറ്റെടുത്തല്ലോ, സന്തോഷം, കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് JR പത്മകുമാറിനെ വിളിക്കും, രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കും. ഇപ്പൊ ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്. എൻ്റെ നാട്ടിലെ പേര് ഹരി എന്നാണ്. എടാ ഹരി, നീ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് പരിഹാരം ഉണ്ടെന്ന് എന്താണ്? ഞാൻ പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ. പുള്ളി ഇതൊക്കെ എഴുതിയെടുത്തു. അഗാധനി എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് വരെ ഞാൻ പറഞ്ഞു എഴുതി. പിറ്റേ ദിവസം രാജീവ് ചന്ദ്രശേഖർ മുൻപത്ത് വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിയമം മാറ്റി എഴുതിയത്, നിങ്ങൾക്ക് 100%, 1000% പരിഹാരമായി എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? പറഞ്ഞോ? തലേ ദിവസം ക്ലാസ് എടുത്തു കൊടുത്തത് ഞാൻ. ഇവരാരും എന്നിട്ട് പോലും ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഈ ടെലിഫോണിലല്ലാതെ ഒന്ന് നേരത്തെ കണ്ട് വിളിച്ച് ഇതൊന്ന് പേപ്പർ വെച്ച് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി റിജിജുവിനു എന്നോടൊപ്പം 10 മിനിറ്റ് ഇരുത്തിയിരുന്നു എങ്കിൽ റിജിജു തകർത്തിട്ട് പോയി. കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് മുനമ്പം വിഷയത്തിൽ ഇത് കൂടി പരിഹാരം കിട്ടുക എന്ന് മുനമ്പത്ത് റിജിജു പറഞ്ഞിട്ട് പോകാൻ സാധിക്കും. അവിടെയും ഈ BJPക്കാർക്ക് പറ്റിയ പാട്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം. ഇപ്പോ ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഏതൊക്കെ സംഗതികൾക്കാണ് ഈ വഖഫ് ആക്ട് ബാധകമല്ലാത്തത് എന്നാണ്. ഈ മുനമ്പത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് ഇപ്പോൾ? വഖഫ് ബോർഡാണോ? ആണോ? എന്താരും മിണ്ടാത്തത്? മുനമ്പത്തിന്റെ നമ്പർ 1 ശത്രു ആരാ? ഇപ്പോഴത്തെ ആക്ടാണ്, വഖഫ് ബോർഡ് അല്ല. മുഖ്യമന്ത്രിയെ അല്ലാതെ VD സതീശനുമില്ല, ആരുമല്ല. ഈ വഖഫ് ആക്ട് ഉണ്ടെങ്കിലേ വഖഫ് ബോർഡ്, വഖഫ് ആക്ട് ഉണ്ടെങ്കിലേ ഈ വഖഫ് ട്രൈബ്യൂണലുള്ളൂ. അപ്പോ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്താകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് മതിലുകാടുന്ന ബില്ലുമല്ലോ. നമ്മളെ ജീവപര്യന്തം അല്ലെങ്കിൽ മരണം വരെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നു. നമ്മൾ ആ മതിൽ ചാടി വെളിയിൽ പോകുന്നു, ഓടി ഒളിക്കുന്നു. അതിന് തുല്യമല്ലേ മുനമ്പം എന്ന സ്ഥലം വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തു പോകുക എന്നുള്ളത്? മുനമ്പം അല്ല, ഞാൻ പറയുന്നു ഫറൂഖ് കോളേജ് ആണോ? നിങ്ങൾക്ക് ആർക്കും വല്ലതും മനസ്സിലാവണോ ഞാൻ പറയുന്നത്? അപ്പൊ ഈ നിയമത്തിൽ പറയുന്നത്, ഞാൻ ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല, കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം, അത് ഗോപാലൻ നായർ പോയ ഫാദർ ജോഷി മയ്യറ്റാലും പോരാ, ഏതെങ്കിലും ഒരു മുസ്ലിം ആയിരിക്കണം ഇതിലെ കഥാനായകൻ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹം ഒരു വഖഫ് ഉണ്ടാക്കാൻ ലക്ഷ്യമുണ്ടല്ലോ, പയസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം വഖഫ് ഉണ്ടാക്കേണ്ടത്. അത്തരം ഒരു പർപ്പസ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ സംഗതി, വഖഫ് ആയിക്കോട്ടെ ഇല്ലാതായി സംഗതി ഉണ്ടാക്കിയത്? രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ഇദ്ദേഹം സാധാരണ വഖഫ് ഉണ്ടാക്കുമ്പോൾ ഒരു മുത്തവല്ലിയാണ് ഏൽപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കണ്ടീഷൻ, നീ ഈ രീതിക്കല്ല നോക്കിക്കൊണ്ടു എന്നാണ് പറയുന്നത് മുത്തവല്ലി. അതിന് പകരം
ഒരു ട്രസ്റ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഈ സൊസൈറ്റി ഇതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ട്. രണ്ട് തരം നിയമങ്ങളുണ്ട് ബേസിക്കലി. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന നിയമം, രണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം കിട്ടുന്ന നമ്മുടെ നിയമങ്ങൾ. അങ്ങനെയുള്ള ഏതെങ്കിലും ബോഡി നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ ഡെഡിക്കേഷൻ നടത്തുന്നത് എങ്കിൽ അത്തരം വസ്തുക്കൾ വഖഫ് ആക്ടിന്റെ പരിധിക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി ആകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, 1954 ഇതിന്റെ ആദ്യത്തെ ബില്ല് നിയമം വന്ന സമയത്ത് സൊസൈറ്റികളെയും ട്രസ്റ്റുകളെയും ഒന്നും ഈ വഖഫ് ആക്ടിന്റെ പരിധിക്കകത്ത് ഇട്ടിരുന്നില്ല, ഫ്രീ ആയിരുന്നു. 1995 അവരെ കൂടെ പിടിച്ചില്ല അതുകൊണ്ട് ഇട്ടത്. ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അവരെ കൂടെ പണ്ട് തൊട്ടേ നിങ്ങൾ വെളിയിലാണ് എന്ന് പറഞ്ഞ് എറിഞ്ഞു. പണ്ട് തൊട്ടേ, ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്. അപ്പോൾ 2019 വഖഫ് ബോർഡ് ഇത് വഖഫാണെന്ന് ഡിക്ലെയർ ചെയ്തത് ശരിയാണ്? ചേട്ടാ പറ. വഖഫ് ആക്ട് ഫറൂഖ് കോളേജിന് അത് നിലവിൽ വന്നതിന്റെ അന്നോട്ട് ബാധകം അല്ല എങ്കിൽ വഖഫ് ബോർഡ് ഫറൂഖ് കോളേജിന്റെ വസ്തു എന്നുള്ള നിലയിൽ മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത് ശരിയേ തെറ്റാ? പറ ചേട്ടാ, ധൈര്യം വേണ്ടേ? ആരെങ്കിലും ശരിയാ തെറ്റാ? തെറ്റാണോ? പിന്നെ അത് അതിന്റെ അസറ്റ് രജിസ്റ്ററിൽ എഴുതി ചേർന്നത് തെറ്റോ ശരിയോ? തെറ്റ്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ജോഷി ഫാദർ ചെയ്ത് പറഞ്ഞ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? സുപ്രീം കോടതി ഈ കേസ് ഇപ്പം അറിയാലോ. ഈ സുപ്രീം കോടതി ഈ ആക്ടിനെ മൊത്തത്തിൽ സ്റ്റേ ചെയ്യുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി കഴിഞ്ഞ 15-ാം തീയതി എനിക്കിന്ന് കാണാൻ പറ്റിയില്ല. സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ 3 കാര്യങ്ങൾ നോക്കാൻ പോകും. സ്റ്റേ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അതായത് ഈ വഖഫ് ബൈ യൂസർ, പിന്നെ ഈ വഖഫ് ബോർഡിലും മറ്റും നോൺ മുസ്ലിമിനെ അയക്കുന്നത്, പിന്നെ വഖഫ് ബൈ യൂസർ അല്ലാതെ ഉള്ള വഖഫുകളെ അത് സർക്കാർ വകയാണെങ്കിൽ തിരിച്ചിട്ടു. ഇതിലും 3 മാത്രമേ ഞങ്ങൾ വാദം കേൾക്കൂ എന്ന് പറയുമ്പോൾ സെക്ഷൻ 2 സ്റ്റേ വരുമോ? ചേട്ടാ ഉഷാറാവുന്നേ. സെക്ഷൻ 2 സ്റ്റേ വരൂല. വരണമെങ്കിൽ എന്നാ വിളിക്കണം. വന്നു കഴിഞ്ഞു അപ്പോ സുപ്രീം കോടതി തീരുമാനിച്ച് ഇവിടെ സ്റ്റേ കൊടുക്കണം. അതിനുശേഷം ആ സ്റ്റേ കൊടുത്ത സെക്ഷനിലെ മാത്രം റൂൾസ് സർക്കാർ ഉണ്ടാക്കി, ബാക്കി എല്ലാ സെക്ഷനും ഉള്ള റൂൾസ് ഉണ്ടാക്കി വീണ്ടും ഇത് പാർലമെന്റ് 2 സഭകളും പാസ്സാക്കണം. സജഷൻ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നിയമം വന്നല്ലോ, എല്ലാം ഇപ്പൊ ശരിയാക്കി തരുന്നു, എവിടെ നിങ്ങൾക്ക് റവന്യൂ ആവശ്യം കിട്ടിയോ? ഇത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഈ പാവപ്പെട്ട ആൾക്കാരെ പൊട്ടനാക്കുക. തൊട്ടൊത്ത ദേഷ്യമുള്ളൂ. അടുത്ത് എങ്ങനെയെങ്കിലും മന്ത്രി വെച്ച് പോട്ടെ, ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഈ അറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കരുത്. കാരണം മുനമ്പത്തെ വിഷയം എന്താണെന്ന് റിയലി അറിയണമെങ്കിൽ നമ്മൾ അതിലൊരു ഇരയായിരിക്കണം. അല്ലാത്തവർക്കൊക്കെ എവിടെ നിന്ന് എന്ത് ഡയലോഗും എന്ത് അഭിപ്രായങ്ങളും പറയാം. ഒരു ഇരയായാൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ റിജിയു സാർ ഇനി റൂൾസ് ഉണ്ടാക്കും, പാർലമെന്റ് പാസ്സാക്കും, ഹൈബിയുടെ എതിർക്കും, ബാക്കിയുടെ എല്ലാ കോൺഗ്രസും LDFന്റെ MLA-മാരും അതിനെ എതിർക്കും. പക്ഷേ അത് പാസ്സായാൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ചുമ്മാ മനക്കോട്ട കെട്ടി ആരെങ്കിലും കുറ്റം പറഞ്ഞ് പരിഹാരം ആയില്ല, അതാണ് ഇതാണ്, ഇനി കോടതി കയറി ഇറങ്ങണം, അതൊക്കെ ആലോചിച്ചിട്ട് മറുപടി. അത് വരുമ്പോൾ ഇപ്പോ എല്ലാവരും കൂടെ ഓടിച്ചിട്ട് അടിക്കണ ഒരു കക്ഷിയുണ്ട്, ബിബിൻ സെബാസ്റ്റ്യൻ. കാരണം പുള്ളി ഇപ്പൊ ഞാൻ പറയണേ കേൾക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് അതിൽ കക്ഷി. അപ്പോൾ പുള്ളി പറയും സാറേ ഞാൻ സാറ് പറയണേ കേൾക്കും. ഞാൻ പറയുന്നത് അങ്കിൽ നീ മാത്രമല്ല മുനമ്പവും രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് ട്രൈബ്യൂണലിൽ ചെല്ലും. എന്നിട്ട് പറയും, തലയൊക്കെ ചോറിക്കൊണ്ട് പറയും, മാഡത്തിന് ഇനി ഞങ്ങളെ കേസ് പരിഗണിക്കാൻ പറ്റില്ല. അതെന്താ പറ്റാത്ത? രണ്ട് സെക്ഷൻ 2A വായിച്ചു നോക്കിയാണോ? ഫറൂഖ് കോളേജ് സൊസൈറ്റിയാണ്, വഖഫ് ആക്ടിന്റെ പരിധിക്ക് വെളിയിലാണ്. വഖഫ് ആക്ടിന്റെ പരിധിക്ക് അകത്തുള്ളതല്ലേ മാഡത്തിന് പരിശോധിക്കാൻ പറ്റും. അത് അത്രയേ ഉള്ളൂ. എനിക്ക് ഒരു ഉത്തരവ് തരണം.
അപ്പോൾ അവരൊരു ഉത്തരവ് തരും. അഥവാ ഇല്ലല്ല ഞാൻ തന്നെ കേൾക്കും എന്ന് പറയണമെങ്കിൽ ഹൈക്കോടതി പോവും, ഹൈക്കോടതി ഇന്റർപ്രറ്റ് ചെയ്യും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കും, റിലീസാകും, ജയിൽ മോചിതർ ആകും. ആര്? ഫറൂഖ് കോളേജ് മോചിതരാകുമ്പോൾ അവരിൽ നിന്ന് വസ്തു വാങ്ങിയ മുനമ്പംകാർക്കും ജയിലിന്റെ പുറത്തോട്ട് യാത്ര തുടരാം. പക്ഷേ ഗേറ്റിന്റെ അവിടെ ചെല്ലുമ്പോൾ നിൽക്കാൻ പറ്റും. ഇതിന് പരിഹാരം തരേണ്ടത് കളക്ടറല്ലേ. വക്ക ട്രൈബ്യൂണലിന് പരിഹാരം തരാൻ പറ്റില്ല. ഇതേ പറയാൻ പറ്റും, നിങ്ങളും വക്കഫാക്കി തമ്മിൽ ബന്ധമില്ല, ഇത്രേ പറയാൻ പറ്റും. അപ്പൊ പിന്നെ ആര് റവന്യൂ അവകാശം തിരിച്ചു തരും? കളക്ടർ. അപ്പൊ ഇതും കൊണ്ട് അവിടെ തരണം. അപ്പൊ അങ്ങനെ പറയും തരൂല. അതെന്ത് സാറേ? അത് നിങ്ങൾ ഹൈക്കോടതിയിലൊക്കെ ഈ കണ്ണിക്കണ്ണുവിന്റെ വസ്തുവിൽ കരമടയ്ക്കാനുള്ള പെർമിഷന് വേണ്ടി കേസെടുക്കരുത്. ഇതാണ് വക്കം ബോർഡിന്റെ വസ്തുവിൽ കരമടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർ കേസെടുത്തത് ഹൈക്കോടതി. നമ്മൾ ഈ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി കളക്ടർ അടുക്ക പോകും, കളക്ടർ പറയും നിങ്ങൾ കരമടയ്ക്കാൻ വേണ്ടി കേസ് കൊടുത്തേക്കില്ലേ, അതൊക്കെ തീർത്തിട്ട് വാ, അല്ലെങ്കിൽ കോടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ഞാൻ വല്ലതും ചെയ്താൽ സബ്ജുഡീസായി. അപ്പൊ കളക്ടറെ അടുക്ക പോണതിന് മുമ്പ് ഈ അനാവശ്യമായിട്ട് ഏതെങ്കിലും ജുഡീഷ്യൽ എസ്റ്റാബ്ലിഷിന്റെ മുമ്പിൽ എന്തെങ്കിലും കേസ് അനാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റും പിൻവലിക്കണം, തൂത്ത് വൃത്തിയാക്കണം ഹൈക്കോടതി. ഞാൻ പറഞ്ഞത് അർത്ഥം അത്രേ. എന്നിട്ട് പോയി കളക്ടറോട് സാറേ ഞാൻ അവിടേക്ക് വൃത്തിയാക്കിയേട്ടാ ഈത്ത. അപ്പോൾ അങ്ങേര് റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കും. അന്ന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മറ്റൊരു യോഗത്തിൽ അന്ന് ഈ ലഡുവൊക്കെ കഴിച്ചുകൊണ്ട് ഒരു യോഗം അത് നമുക്ക് വീണ്ടും കൂടാം. അതുകൊണ്ട് ഞാൻ 100% ഉറപ്പ് പറയുന്നത് 99.99 അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ എന്നെ വിളിക്കണം, അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. അല്ല എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ പറയും ഞാൻ ഒരു ബാച്ച് ഓഫ് വക്കീലന്മാരും ഒക്കെ ചർച്ച ചെയ്ത് അവരുടെയൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അദ്ദേഹം ആ ബാച്ച് ഓഫ് അഡ്വക്കേറ്റ്സ് ആരാണെങ്കിൽ അവരും ഞാനും കൂടെ ഒന്ന് സംവദിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി തരണം. പിന്നെ മുനമ്പം ജനതയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുന്ന സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പറഞ്ഞു, ഇതുകൊണ്ട് മുനമ്പത്തിന് യാതൊരുവിധ പരിഹാരവും ഇല്ല. എന്റെ സിമ്പിൾ ചോദ്യം, ഇതുകൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കപ്പെട്ടാൽ അങ്ങേര് കോട്ട് ഊരി കളയാൻ തയ്യാറാണ്. ഞാൻ വെല്ലുവിളിക്കാണ്, എനിക്ക് LLB ഇല്ല, പക്ഷെ ഞാൻ നിരന്തരം ഈ നിയമ വിഷയങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കും. ഇവിടെ LLB ഇല്ലാത്ത ഞാൻ പറയുന്നു മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുന്നു. ഹൈക്കോടതി ഡെസിഗ്നേറ്റ് ചെയ്ത സീനിയർ അഡ്വക്കേറ്റായ ജോർജ് പൂന്തോട്ടം പറയുന്നു ഇതുകൊണ്ട് ഫലം ഇല്ല. അഥവാ ഫലമുണ്ടായാൽ അങ്ങനെ പിന്നെ സ്വന്തം പേരിന്റെ മുമ്പ് അഡ്വ എന്ന് എഴുതരുത്. മനസ്സിലായില്ലേ? ഇത്രയും ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അപ്പോൾ ഇതൊരു ദൈവികമായ തീരുമാനമാണ്. കാരണം ഈ 2A കൊണ്ടുവരാൻ ആർക്ക് വേണ്ടി കൊണ്ടുവന്ന് അറിയാം? ഒരു കൂട്ടം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 2A കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്ന ആരാണ്? ഹിന്ദു ദൈവങ്ങളുടെ ഫാസിസ്റ്റ് മോഡി. ഇപ്പൊ മോഡി എന്തായാലും ഹിന്ദു ആണല്ലോ. ഇപ്പൊ ഹിന്ദു ദൈവവും അവിടെ എത്തി. അവർ രണ്ടും കൂടെ പറഞ്ഞിട്ടേ നമ്മളെ യേശു ക്രിസ്തുവിന്റെ ആൾക്കാർക്ക് ആ മുനമ്പത്ത് പാവങ്ങളിടുന്ന കഷ്ടപ്പെടാതെ നമുക്കൊന്ന് വരും ചെയ്യണ്ടേ? അത് നമുക്ക് ചെയ്യണം കേട്ടോ. ഒന്നേ ഇന്നാണ് ആ പ്രശ്നം നമുക്ക് നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം. അങ്ങനെ ഭാവിയിൽ മുനമ്പം എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. കാരണം ഇവിടെ BJPയോ കോൺഗ്രസോ വി ഡി സതീശനോ ആരുമല്ല ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. എന്റെ മനസ്സിൽ ഒതുക്കിയ പാദം ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇതൊരു ദൈവികമായ നിശ്ചയം, അത് മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ ആരോടും വെല്ലുവിളിക്കുന്നില്ല. പിന്നെ ഇവിടെ നമ്മളെ പ്രൊസീജിയർക്ക് അറിയാലോ, സമയം എടുക്കും. അതെന്താണെന്ന് പറയാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. പക്ഷെ ഇത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഫെബ്രുവരി മാസം 15-ാം തീയതി രാവിലെ ബോധമില്ലാതെ വിളിച്ച് പറഞ്ഞതല്ല പരിഹരിക്കപ്പെട്ടു എന്ന്. ഇന്നും പറയുന്നു, എന്നും പറയും. മുനമ്പം ഞാൻ TV ചർച്ചയിലൊക്കെ പറയാറുണ്ട്, പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒപ്പിടുന്ന നിമിഷം മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തത്വത്തിൽ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി കുറെ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ ഉണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുക. അല്ലാതെ മുനമ്പം ഇനിയൊരു വിഷയമേ അല്ല.
അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കോടതിയിലും പോയി ഒരു കേസും നിർത്താതെ ഒരുത്തൻ്റെ കാല് പിടിക്കാതെ നിങ്ങളെ കയ്യിൽ നിങ്ങളെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചെത്തും. എനിക്ക് ഇതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന നമ്മുടെ ജാഗരണ സമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അന്ന് എനിക്കൊരു ലഡുവും കൂടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.